ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലേക്കാണ്. ഒരു 10-30 ഏക്കർ വിസ്തൃതിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന നല്ലൊരു പാർക്കാണ്. ഡോക്ടർ രാം മനോഹർ ലോഹിയുടെ പേരിലാണ് ഈ പാർക്കുള്ളത്. നമ്മളവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോണത്. ഹായ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവുന്നത് എവിടെയായിരിക്കണേന്നല്ലേ? അത് എവിടെയല്ല, ഞങ്ങളുടെ UP-യിൽ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വലിയൊരു പാർക്കാണ്. ആ പാർക്കിൻ്റെ ഒരു ജലാശയമാണ്, ചെറിയൊരു മോഡൽ ഉണ്ടാക്കിയേക്കാണ് അവർ. അവിടെ നല്ല നീല താമര വിരിയാറുണ്ട്. എന്താ പറയുക, ഇപ്പോൾ താമരയില്ല, പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. പ്രത്യേകിച്ച് നല്ല തണുപ്പായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. ഇവിടെ ഡിസംബർ തൊട്ട് നല്ല തണുപ്പുള്ള, അത് കുറച്ച് തണുപ്പെന്ന് മാറി ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങിയ ഒരു ക്ലൈമറ്റിൽ പുറത്തേക്ക് വരാനും നടക്കാനൊക്കെ നല്ലൊരു സുഖമുണ്ട്. അപ്പോൾ വെയിൽ കൊള്ളാനൊക്കെ ആയിട്ടൊന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളായിട്ട് കുറച്ച് വീഡിയോ ഷെയർ ചെയ്യാം, ഇതിൻ്റെ ഭാഗങ്ങളും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഈ പാർക്കിൽ ഒരു വേപ്പിൻ്റെ മരത്തിൽ നിറച്ച് വവ്വാലുകൾ തൂങ്ങി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, സൂം ചെയ്ത് നോക്കാം. അതിങ്ങനെ നിറച്ച് എല്ലാ വേപ്പിൻ്റെ മുകളിലും, ഇത് കയ്ക്കണ വേപ്പ് അതാണിത്. നിറച്ച് മരങ്ങളാണ് കേട്ടോ ഇവിടെ, ആലും വേപ്പും. അതുകൊണ്ട് കാറ്റ് നല്ല ശക്തിയായിട്ട് വീശുമ്പോൾ നല്ല കാറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. നിറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അത് ആലും വേപ്പുമാണ് കൂടുതലും. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഓർമ്മയാണ് ഇതൊക്കെ. ഇതെടുത്ത് ഞങ്ങൾ മുടി വെറുതെ ഈരിയിട്ട് വെറുതെ ചെറുപ്പും കായ എന്ന് പറയാറുണ്ട് ഇതിനെ. നിറച്ച് മരങ്ങളുണ്ട് ഇവിടെ, കാറ്റാടി മരങ്ങൾ പോലത്തെ. നല്ല രസമാണ് ഇവിടെ, നിറച്ച് മരങ്ങളാണ്. പക്ഷികളുടെ ശബ്ദവും എല്ലാം കൊണ്ടും ഒരു ഡൽഹി പോലൊരു സ്ഥലത്താണെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ വന്ന ഏതോ കാട്ടിൽ വന്ന പ്രതീതിയാണ്. നിറച്ച് മൈലാഞ്ചി ചെടികളാണ് നിൽക്കുന്നത്. ഇപ്പം അതിൽ ഇലയില്ല, എന്നുവെച്ചാൽ വിൻ്ററിൽ അധികം ഇലയുണ്ടാവുന്ന സമയമല്ല. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് തളിർത്ത് വരാൻ തുടങ്ങും, നിറച്ച് ഇല വരാൻ തുടങ്ങും. അവർ വെട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പൊക്കെ. അങ്ങനെ ഇതൊരു ഔഷധത്തോട്ടം കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. നമ്മൾ കുറച്ചും കൂടി പോയാൽ കാണാം. കുറേ നെല്ലി, അങ്ങനെ കുറേ അവർ ഔഷധത്തോട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഇവിടെ പേര് വെച്ചിരുന്നു, അവർ ബോർഡ് വെച്ചിരുന്നു. പേര നിറച്ച് പേരയുണ്ട്. ഇത് പേരയാണ്. പേരക്കായ നല്ലോണം ഉണ്ടാവാറുണ്ട്. നെല്ലിക്ക, ഇത് കണ്ടില്ലേ, ഇവിടെ നിറച്ച് അടലോടകാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോലും അപ്രത്യക്ഷമായി തുടങ്ങി. പക്ഷേ ഇവിടെ എപ്പോഴും അടലോടത്തിൻ്റെ ഒരു
ഒരു ഗ്രൂപ്പ്, അതായത് ഒരു സ്ഥലത്ത് മുഴുവൻ ആടലോടകം ഒരു നട്ട് വളർത്തിയിട്ടുണ്ട്. ഇത് വളരെ ചുമയ്ക്കും അതുമാതിരി ശ്വാസകോശമായ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ആടലോടകം. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അതിനെപ്പറ്റി നല്ലോണം അറിയായിരുന്നു. ഇപ്പോൾ അതിലൊരു പൂക്കളൊക്കെ ഇട്ടുണ്ട്. ഞാൻ ഈ പൂവ് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നിറച്ച് ആടലോടകം ഉണ്ടായി നിൽക്കുന്നുണ്ട്. കൂട്ടുകാരെ ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ കയ്യിലിരിക്കണ ഒരു തരം പ്രത്യേക നമുക്കറിയില്ല ഇതിൻ്റെ പേരെന്താന്ന്. പക്ഷെ ഇവിടെ നിറച്ചുണ്ട്. ഒരു കുഞ്ഞ് ബോളിൻ്റെ പോലെ ഇരിക്കുന്നുണ്ട്. നിറച്ച് രോമം പോലെ ഇരിക്കും. ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ദയവായി ഇടുക. കുറേ ഉണ്ട്. നിറച്ചിങ്ങനെ നമ്മുടെ തലയിൽ വീണുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ കാറ്റത്ത്. നിറച്ച് താഴെയൊക്കെ കാണാം. നിറച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. നിറച്ച് കായാണ് ഇതിൻ്റെ മുകളിൽ. ഞങ്ങളെപ്പോഴും വരുമ്പോൾ ഇതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്, ഇത് എന്ത് കായാണോ പോകുന്നത്. കാരണം അതിനെ പറ്റിയിട്ടൊരു അറിവില്ല. അതിനെ പറ്റിയിട്ട് ഇത് എന്ത് മരമാണെന്നോ എന്താണ് ഇതിൻ്റെ ഉപയോഗമെന്നോ. ഇതാണ് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ വിത്തുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അണ്ണാൻ പോലത്തെ എന്തെങ്കിലുമൊക്കെ തിന്നുന്നുണ്ടാവുമായിരിക്കാം, അറിയില്ല. എന്താണെങ്കിലും നമുക്കതിൻ്റെ പേരൊന്നും അറിയില്ല. നോക്കിയിട്ട് നെല്ലിയാണ്. കുറച്ച് വലിയ മരമുണ്ട്. ഇതിൽ കായ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്നും രണ്ടെണ്ണം തിന്നാൻ കിട്ടാറുണ്ട്. ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഇവിടെ. അതുപോലെ ഇതൊരു ചെറിയൊരു നെല്ല് പുറത്തുമുണ്ട്.